സുഹൃത്തുക്കളെ, ഗോത്ര ജനത തീർക്കുന്ന പൊതുവഴികൾ എന്ന ഒരു ടൈറ്റിലാണ് ഇന്നത്തെ പ്രസൻറ്റേഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് മുഖ്യമായും ഗോത്ര ജനതയെ അഭിസംബോധന ചെയ്യുന്ന ഒരു സെഷനല്ല, മറിച്ച് പൊതുസമൂഹമെന്ന് വിളിക്കപ്പെടുന്നവർ ഗോത്രമേഖലയിൽ ഇടപെടുന്നതിൻ്റെ രീതികളും അതിൻ്റെ കോൺസിക്വൻസസും ആണ് പ്രധാനപ്പെട്ട പ്രമേയമായി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 പോയിൻ്റുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാനായിട്ടുള്ളത്. ഈ ഗോത്ര ജനത എന്ന പദം ട്രൈബൽ പീപ്പിൾ ഒരു ഏകദാനമായ ഒരു ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നൊരു വാക്കല്ല. ഗോത്രങ്ങൾ തന്നെ പല ഡൈവേഴ്സിറ്റിയുള്ള കോടിക്കണക്കിന് വരുന്ന ഒരു ജനവിഭാഗമാണ്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പരിഗണനകളിലൂടെ, സ്റ്റേറ്റിൻ്റെ പരിഗണനകളിലൂടെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ പോലും കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഗോത്ര ജനത എന്നത് ഇന്ത്യക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന ഒരു ബോധ്യം പ്രൈമറി ആയിട്ട് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പല വംശീയധാരകൾ, ഭാഷ, സംസ്കാരം, വസ്ത്രധാരണം, ഭക്ഷണം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തുടങ്ങി പല തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടൊരു സ്റ്റേറ്റിസ്റ്റ് ലോജിക്കിൽ എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷനായ ഒരു സ്റ്റേറ്റിസ്റ്റ് ലോജിക്കിൽ നമുക്ക് ഈ വിഷയത്തെ നമ്മൾ സമീപിച്ചാൽ തീർച്ചയായും അതിൻ്റെ യഥാർത്ഥ കാമ്പിലേക്ക്, വിഷയത്തിൻ്റെ കാമ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതൊരു സംഗതി, ഇന്ത്യയിലെ ആദിവാസികളെക്കുറിച്ച് ദീർഘകാലമായി വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പും ആ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നിരവധിയായ ഗവേഷണ പ്രബന്ധങ്ങൾ, ഫീൽഡ് വർക്കിലൂടെ സമാഹരിക്കപ്പെട്ട ആശയങ്ങൾ തുടങ്ങി വലിയൊരു ശേഖരം നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് 75 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വളരെ വലിയ കഥകൾ സ്റ്റേറ്റിനും പറയുവാനുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കിയതിൻ്റെയും നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയതിൻ്റെയും ആദിവാസികളെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റേറ്റ് നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ചും വളരെ വലിയ കഥകൾ നമുക്ക് ഇന്ത്യയിൽ കേൾക്കാൻ കഴിയും. ഇതെല്ലാം ഉണ്ടായിട്ട് 75 വർഷം കഴിഞ്ഞ് നമ്മൾ കണക്കെടുക്കുമ്പോൾ ഈ ഇന്ത്യയിലെ ആദിവാസികളുടെ പൊതുസ്ഥിതി ഒട്ടും ശുഭകരമല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ ആദിവാസികളോട് എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആന്ത്രോപോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും എക്സ്പെർട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾ വളരെ സമഗ്രമായി ആദിവാസി മേഖലയിൽ പഠനം നടത്തുകയും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയെയും അവരുടെ സോഷ്യൽ റിലേഷനെയും അവരുടെ എത്നിക് ഐഡൻറ്റിറ്റിയെയും അവരുടെ ഭാഷയെക്കുറിച്ച് അവരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിപുലമായ പഠനങ്ങൾ നടത്തിയിട്ടും ആദിവാസികളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റം, റാഡിക്കലായ ഒരു മാറ്റം സംഭവിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു രീതി, ഈ പഠനങ്ങൾ ആദിവാസികളോട് എന്താണ് ചെയ്തത് എന്നൊരു കാര്യമാണ്. പലപ്പോഴും നമ്മളത് അങ്ങനെ ആലോചിക്കാറില്ല എന്നത് നമ്മളുടെ ഒരു പരിമിതിയായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് വർഷങ്ങളായിട്ട് നിരവധി പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ആദിവാസിയുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റമൊന്നും സംഭവിക്കും. എന്തായിരിക്കാം സ്റ്റേറ്റ് ഇത്ര ഉദാരമായി കോടികൾ മുടക്കിയിട്ടും
ആദിവാസികളുടെ ജീവിതത്തിലൊരു മാറിമറിയൽ ഉണ്ടാകാതെ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റാഗ്നൻസി, അത് നമുക്ക് നോളജിൻ്റെ പക്ഷത്തായാലും സ്റ്റേറ്റിൻ്റെ ഇടപെടൽ പക്ഷത്തായാലും ഒരു സ്റ്റാഗ്നൻസി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. മാറ്റമില്ലാതെ തുടരുന്ന സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ലൈഫ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ വേറിട്ടൊരാലോചനയുടെ ഒരു സാധ്യതയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പരമ്പരാഗതമായി ശീലിച്ച ഒരു രീതിയിൽ നിന്ന് ഭിന്നമായ, രീതിയിൽ നിന്ന് ഭിന്നമായ എന്ന് പറഞ്ഞാൽ ഈ ട്രൈബൽ മേഖല ഒരു ആഭ്യന്തര കൊളോണിയൽ മേഖലയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഈ പഠിതാക്കൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൊതുമനുഷ്യരെന്ന് പറയുന്നവർ കൺസീവ് ചെയ്തിട്ടുള്ള ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒരു കൊളോണിയൽ ഇൻ്റർവെൻഷനാണ് ആദിവാസി വികസന പ്രവർത്തനമായിട്ടും ആദിവാസി സേവനമായിട്ടും ആദിവാസി പഠനമായിട്ടും യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് കാണാനേ കഴിയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥതയുള്ളവരുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമില്ല. അതിനകത്ത് നമ്മുടെ ആത്മാർത്ഥതയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമല്ലത്. ഇപ്പോൾ ഓറിയൻ്റലിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യൂറോപ്യൻ പാണ്ഡിത്യം, യൂറോപ്യൻ വൈജ്ഞാനിക പ്രബുദ്ധത എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളുടെ ഇമാജിനേഷനെ തന്നെ മാറ്റിമറിച്ചത് എന്നത് സൂക്ഷ്മരൂപത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സൂക്ഷ്മത ആദിവാസി പഠനത്തിൽ നമ്മൾ ഒരിക്കലും കാണിക്കാറില്ല. അപ്പോൾ ആദിവാസികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ ജ്ഞാനവും നമ്മളുടെ വികസന സങ്കല്പങ്ങളും നമ്മളുടെ അപ്ലിഫ്റ്റ്മെൻറ്റ് സങ്കല്പങ്ങളും എങ്ങനെയാണ് അവരുടെ സെൽഫിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന മർമ്മപ്രധാനമായ കാര്യം ചർച്ചകളിൽ നമ്മൾ കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കാണാതെ പോകുന്നത്? ആദിവാസി പഠനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവവിശേഷം അങ്ങനെയാണ്. നമ്മളെല്ലാവരും ആദിവാസിയാവട്ടെ അനാദിവാസിയാവട്ടെ ആരും ആകട്ടെ ഇന്ത്യയിൽ ജീവിക്കുന്നത് ഒരു നേഷൻ സ്റ്റേറ്റിനകത്താണ്, ഒരു ദേശരാഷ്ട്രത്തിനകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഈ ദേശരാഷ്ട്രത്തിനകത്ത് ദേശരാഷ്ട്രം ഓൾ ഇൻക്ലൂസീവായിട്ടുള്ള, ഓൾ പെർവേസീവായിട്ടുള്ള, ഒമ്നി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ദേശരാഷ്ട്രം എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ പിടിയിൽ നിന്നും ഒരു പൗരനും പുറത്തല്ല. നിർണായകമായ സമയത്ത് സ്റ്റേറ്റ് പൗരൻ്റെ ജീവിതത്തിന് മേലെ ഇടപെട്ടിരിക്കും. അത്രയും പവർഫുള്ളാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നേഷൻ സ്റ്റേറ്റിൽ ദേശമെന്നത് നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഭാവനയായിരിക്കെ രാഷ്ട്രമെന്നത് നിയമത്താൽ ബന്ധിതമായ ഒരു ഘടനയാണ് നമ്മൾ കാണണം. ഇപ്പോൾ ഇന്ത്യയിലെ പൗരസമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതലം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് നേഷൻ സ്റ്റേറ്റാണ്. ഇന്ത്യയിലെ പ്രബല വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബാക്ക്ഡ്രോപ്പ് എന്താണ്? നേഷൻ സ്റ്റേറ്റാണ്. നേഷൻ സ്റ്റേറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പൗരാവകാശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നേഷൻ സ്റ്റേറ്റിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ റിലിജിയനെക്കുറിച്ച് സംസാരിക്കുന്നത്. നേഷൻ സ്റ്റേറ്റിനകത്ത് വെച്ചിട്ടാണ് മൈനോറിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ട്രൈബൽ സാഹിത്യങ്ങൾ, പൊതുമനുഷ്യരെഴുതിയ ട്രൈബൽ സാഹിത്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നേഷൻ സ്റ്റേറ്റ് അല്ല. നേഷൻ സ്റ്റേറ്റ് അവിടെ പിളരുകയും ദേശത്തിനകത്ത് വെച്ച് ആദിവാസിയെ പരിശോധിക്കുകയും സ്റ്റേറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം നമ്മൾ പിന്തുടരുന്നു. ആദിവാസികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ സ്വച്ഛന്തമായി ജീവിക്കുന്നൊരു ജനതയാണ്, നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ് എന്നൊരു സങ്കല്പമാണ് ഇതിലൂടെ രൂപപ്പെട്ടു വരുന്നത്. സ്വച്ഛന്തമായി, കാടിനുള്ളിൽ സ്വച്ഛന്തമായി ജീവിച്ച മനുഷ്യരെ, നിഷ്കളങ്കരായി ജീവിച്ച മനുഷ്യരെ പൊതുസമൂഹത്തിൻ്റെയും കൊളോണിയൽ ശക്തികളുടെയും സ്റ്റേറ്റിൻ്റെയും ഇൻ്റർവെൻഷനിലൂടെ അവരെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്ന മുഴുവൻ സ്റ്റോറിയുടെയും ഉള്ളടക്കം.
അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം, അവരുടെ ആ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതം ആ ദേശത്ത് എങ്ങനെയാണ് നിലനിന്നത് എന്നൊരു കാര്യം. ഇപ്പോൾ അട്ടപ്പാടി ഉദാഹരണമായിട്ട്, അട്ടപ്പാടിയിലെ സ്റ്റേറ്റിൻ്റെ ആധുനിക നേഷൻ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ച റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ട ഇമാജിനേഷനാണ് ആദിവാസി സ്റ്റഡിയുടെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത്. ഈ നിഷ്കളങ്ക മനുഷ്യരാണ്, മൂല്യങ്ങളുടെ മനുഷ്യരാണ്, പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്, പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ ഈ നിഷ്കളങ്കമായ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഗതി യഥാർത്ഥത്തിൽ ഇവരിൽ അധ്യാരോപിക്കുന്ന ഒരു കാര്യമാണ്. ഇവരിൽ നമ്മൾ അധ്യാരോപിച്ചെടുക്കുന്നൊരു കാര്യമാണ്. അതൊട്ടും നിഷ്കളങ്കമായ നമ്മുടെ ഒരു പ്രവൃത്തിയല്ല. ആദിവാസികൾ നിഷ്കളങ്കരാണെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നിഷ്കളങ്കതയിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് ആധുനിക ജീവിതത്തെ അതിജീവിക്കാനുള്ള സോഷ്യൽ ഡിസബിലിറ്റിയാണ് ആ നിഷ്കളങ്കത എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ സോഷ്യലി ഡിസേബിൾഡ് ആണ് ആദിവാസികൾ എന്ന് നമ്മളങ്ങ് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്താണ്, സോഷ്യലി ഡിസേബിൾഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ രക്ഷകബോധമാണ് കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായിട്ട് ഇന്ത്യയിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കേന്ദ്രബിന്ദു. ബോധത്തിലാണോ അബോധത്തിലാണോ എന്നത് വേറെ കാര്യം. പക്ഷേ ഈ രക്ഷകർത്തൃബോധത്തിനകത്താണ് ആദിവാസി ക്വസ്റ്റ്യൻ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന മർമ്മപ്രധാനമായ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ എന്തെല്ലാം ചെയ്തിട്ടും മാറ്റമില്ലാതെ തുടരുന്ന സ്റ്റാഗ്നൻസിയുടെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ ഒരു പോയിൻ്റ്, ആദിവാസികളുടെ ട്രഡീഷണൽ എന്ന് പറയുന്നൊരു ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പറയുക. ഈ ട്രഡീഷണൽ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അത് വില്ലേജ് ലോക്കലായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ജീവിത മാതൃകകളുടെ ഒരു സംഘാതമാണ്. ട്രൈബൽ പരമ്പരാഗതമായ ആദിവാസി ജീവിതത്തിൻ്റെ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൻ്റെ മാതൃക എന്താണ്? അത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, ഇൻഡസ്ട്രിയലായിട്ടുള്ള, ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മാതൃകയാണ്. നഗരകേന്ദ്രീകൃതമായൊരു മാതൃകയിലാണ് ബാക്കിയുള്ളവരെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഈ നഗരകേന്ദ്രീകൃതമായ പവർഫുള്ളായ ഇൻഡസ്ട്രിയലായ ഗ്ലോബലായിട്ടുള്ള അതിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള സ്റ്റേറ്റിനകത്ത് ആദിവാസികൾക്ക് ഈ പാരമ്പര്യ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ നേരിടുന്നൊരു പ്രശ്നം. പാരമ്പര്യ ജീവിതത്തെ അതേപടി തിരിച്ചു കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രിയൽ ലൈഫിനെ പ്രതിരോധിച്ചുകൊണ്ട് അവർക്ക് അതിജീവന സാധ്യതയില്ല എന്നതാണ് അവർ നേരിടുന്ന അടിസ്ഥാനപരമായി. പക്ഷേ ഇത് നമുക്ക് ആദിവാസി പഠിതാക്കൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അവരിപ്പോഴും പറഞ്ഞ ആദിവാസി പഠനത്തിലെ പ്രബലമായ 2 ധാരകൾ, ഒന്ന് ആദിവാസികളെ വെറുതെ വിടണം എന്നതാണ്. അവർ അങ്ങനെ ജീവിച്ചോട്ടെ എന്നാണ്. നമ്മുടെ അനുവാദത്തിലോ അനുവാദം ഇല്ലാതെയോ എങ്ങനെയാവട്ടെ അങ്ങനെ ഒരു സ്വച്ഛന്ത ജീവിതം ഇന്ത്യയിലെ ഏതെങ്കിലും വിഭാഗത്തിന് സാധ്യമാണോ എന്ന നേഷൻ സ്റ്റേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ആലോചിക്കാനുള്ള വിവേകം നമ്മൾ കാണിക്കാറില്ല. അവരെ വെറുതെ വിടണം നമ്മൾ പറയും. രണ്ടാമതൊരു കാര്യം, നമ്മളുടേതാണ് മാതൃകാ ജീവിതം, നമ്മളിലേക്ക് അവരെ അബ്സോർബ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ 2 വീക്ഷണങ്ങളാണ് പ്രാബല്യം. ഇതിനകത്ത് രണ്ടിലും ആദിവാസി പ്രത്യക്ഷപ്പെടുന്നത് സോഷ്യലി ഡിസേബിൾഡ് ഗ്രൂപ്പായിട്ടാണ്. ഈ സോഷ്യലി ഡിസേബിൾഡ് ഗ്രൂപ്പാണ് നമ്മൾ പ്രഖ്യാപിച്ചാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് രക്ഷകരായി മാറാൻ പറ്റുമെന്നുള്ളത്. വളരെ പെട്ടെന്ന് മാറാൻ പറ്റും. ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ന്യായം. അവർക്ക് ആവശ്യമുള്ളത് ആ സഹായം ഞാൻ ചെയ്തു കൊടുക്കുകയാണ്, അതാണ് നമ്മുടെ ന്യായം. ഈ ഒരു വിഷ്യസ് സർക്കിളിൽ, അതായത് നമ്മൾ ആദിവാസികളെ ഒരു തുല്യതാബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ ഇന്ത്യയിലെ മനുഷ്യരാണ് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് ഇന്ത്യയിലെ റിസോഴ്സസിൻ്റെ മേൽ അവകാശമുണ്ട് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അവരുടെ ജീവിതം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് കൂടി അവകാശമുണ്ട് എന്ന മിനിമം കാര്യത്തിലല്ല അവരുമായിട്ടുള്ള നമ്മുടെ ഡയലോഗ് കിടക്കുന്നത്. നമ്മൾ തീരുമാനിക്കും, അവർ അനുസരിച്ച് കൊള്ളുന്നതാണ് ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ പോയിന്റിൽ ഞാൻ പറയുന്ന ഒരു ആദിവാസി പഠന മാതൃകയിലെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്, അത് പറഞ്ഞ് അവസാനം എത്തുന്നൊരു സ്ഥലം ആദിവാസികൾ സോഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മുടെ ഡെവലപ്മെൻ്റൽ ലിറ്ററേച്ചറിൽ ആദിവാസികൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഡെവലപ്മെൻ്റൽ ലിറ്ററേച്ചറിൽ പുവർ പീപ്പിൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദിവാസികൾ അവരുടെ ചരിത്രത്തിൽ എന്നെങ്കിലും നമ്മൾ പറയുന്ന ആധുനികമായ അർത്ഥത്തിൽ പുവർ മനുഷ്യരാണോ? ഒരു മനുഷ്യരല്ല. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ, അതിജീവിക്കാൻ ആവശ്യമായ റിസോഴ്സസിൻ്റെ ലഭ്യത നമ്മളെക്കാൾ കൂടുതലായിരുന്നു. അവർ പൂവറായിരുന്നില്ല, നമ്മൾ പറയുന്ന അർത്ഥത്തിൽ പൂവറായിരുന്നില്ല. പക്ഷേ നമ്മൾ അവരെ ഡിഫൈൻ ചെയ്യുന്നത് പൂവറായിട്ടാണ്. ഡെവലപ്മെൻ്റൽ ലിറ്ററേച്ചറിൽ അവർ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് പുവർ പീപ്പിൾ എന്നതായതുകൊണ്ട് അവർ വെക്കുന്ന മുഴുവൻ പ്രോജക്റ്റിൻ്റെയും ലക്ഷ്യം ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടിയാണ്. അപ്പോൾ അവിടെ മനുഷ്യരാണെന്ന് പോലും കാണുന്നില്ല, ദാരിദ്ര്യത്തെ മാത്രമേ കാണുന്നുള്ളൂ. അരി കൊടുക്കുക, തുണി കൊടുക്കുക, വീട് കൊടുക്കുക, പൈസ കൊടുക്കുക, പ്രസവത്തിന് പൈസ കൊടുക്കുക, മരുന്ന് കൊടുക്കുക. ഒരു സ്റ്റേറ്റ് അത്ര പ്രാകൃതമായിട്ടാണ് ഒരു ജനതയോട് ഇടപെടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പൂവറാണെന്നൊരു സങ്കല്പം. ഇത് നമ്മുടെ സോഷ്യൽ കോൺഷ്യസ്നസ് വളരെ ശക്തമാണ്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സഖ്യൻ്റെ മക്കൾ പോലെയുള്ള സാധനമൊക്കെ വായിക്കുമ്പോൾ, പാനുവിൻ്റെ കൃതികളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും നമുക്കെന്താ ഫീൽ ചെയ്ത്? ഈ കാര്യമാണ്, ഈ ഒരു ഇമാജിനേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവ വളരെ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥമാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റ് മുഴുവനും ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടിയാണ്. യഥാർത്ഥത്തിൽ ആദിവാസികൾ നേരിടുന്ന പ്രശ്നം പോവർട്ടി അല്ല. പോവർട്ടി ഉണ്ടാവാം, പക്ഷേ പോവർട്ടി അല്ല അവരുടെ ബേസിക് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് പോവർട്ടി. പോവർട്ടി അല്ല അവർ നേരിടുന്ന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ദീർഘകാലമായി ആദിവാസികളെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഡിഫൈൻ ചെയ്തത് തൊഴിൽ കൂട്ടങ്ങളായിട്ടാണ്, കർഷക തൊഴിലാളികളായിട്ടാണ് കണക്കാക്കിയത്. ആദിവാസികളായിട്ടല്ല അവരെ കണക്കാക്കി. ആദിവാസികൾ എന്നത് സവിശേഷമായൊരു കാറ്റഗറി ആയിട്ടാണെന്നല്ല, മണ്ണിൽ പണിയെടുക്കുന്നവർ എന്നുള്ള ആധുനികമായൊരു യുക്തിയാണ് ആദിവാസിയുടെ മേൽ നമ്മൾ ചാർത്തിക്കൊടുക്കുന്നത്. അങ്ങനെ അവർ കർഷക തൊഴിലാളി യൂണിയൻ്റെയും കർഷക ഫെഡറേഷൻ്റെയും ഒക്കെ ആൾക്കാരായി മാറുക. അതിൽ നിന്നും ആദിവാസി എന്നതിനെ വേർതിരിച്ചെടുക്കാനുള്ള വിവേകം പൊതുമനുഷ്യർക്കില്ല. വേറൊരു ഇതിൻ്റെ അനുബന്ധമായി പറയാം, ഈ ആദിവാസികളെക്കുറിച്ച് ഒത്തിരി പുസ്തകം എഴുതിയിട്ടുണ്ട്, നമുക്ക് ഒത്തിരി ലഭ്യമാണ്. ഈ ആദിവാസി ക്വസ്റ്റ്യനെ ഏറ്റവും നിരുത്തരവാദപരമായും ഹിംസാത്മകമായും കൈകാര്യം ചെയ്ത കേരളീയ സമൂഹത്തെക്കുറിച്ചൊരു പുസ്തകം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ പുസ്തകം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ആ പുസ്തകം ഇല്ലാത്തത്? അട്ടപ്പാടിയിൽ 1941 വരെ ആദിവാസി ഭൂരിപക്ഷമുള്ള, അതാണ് 90%, അബൌട്ട് 90% ആദിവാസികളായിരുന്നു. ഇന്ന് 36% ഉള്ളൂ ആദിവാസികൾ, അട്ടപ്പാടിയിലെ ആദിവാസികൾ. അപ്പോൾ ഈ അതിനെക്കുറിച്ച് എന്താ ഒരു പുസ്തകം ഇല്ലാത്തത്? അവിടെയും പറയുന്ന ആദിവാസികൾ അട്ടപ്പാടിയിൽ, കേരളത്തിലൊരു മുഖ്യമന്ത്രി ചെന്നിട്ട് അട്ടപ്പാടിയിൽ നിന്ന് പറഞ്ഞൊരു വാക്ക്, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പറയുന്നതെന്ന് ഓർക്കണം. ഇയാളോട് ആരാന്നേ പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ? ഇയാൾ ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ? അതാണല്ലോ ചോദ്യം. അപ്പോൾ ഈ പട്ടിണി മാറ്റുക, പുള്ളി കോട്ടയത്ത് നിന്ന് വന്നേക്കുക പട്ടിണി മാറ്റാണ്ട് ചോറും കറിയൊക്കെ ആയിട്ട്. ഇത് ഭീകരമായൊരു ഹിംസയാണ്. ഒരു ജനതയെ വിജ്ഞാനവും നമ്മളുടെ സങ്കല്പനങ്ങളും അങ്ങനെയാണ് ഹിംസാത്മകമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്ക്. ഈ ഹിംസയെക്കുറിച്ച് എവിടെയെങ്കിലും നിങ്ങളൊരു പുസ്തകം കണ്ടിട്ടുണ്ടോ?
കണ്ടിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു ജനത കൂടുതൽ പഠിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ള കുറവാണ്. ഒരു ജനതയ്ക്ക് കൂടുതൽ നിയമങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ അവരാണ് ഏറ്റവും വീക്കസ്റ്റ് പീപ്പിൾ എന്നാണ്. ആദിവാസികൾക്ക് അനുകൂലം എത്രയോ നിയമങ്ങളുണ്ട്. പട്ടികജാതിക്കാർക്ക് അനുകൂലമായിട്ടും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടും കുട്ടികൾക്ക് അനുകൂലമായിട്ടും നിരവധി നിയമങ്ങളാണ് ഇന്ത്യയിൽ. അതിൻ്റെ അർത്ഥം ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ട് ഒരു നിയമം പോലും ഇന്ത്യക്കകത്തില്ല. ഉണ്ടോ? എന്താ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? നമ്മളുടെ യുക്തി എന്താ ഇങ്ങനെ വർക്ക് ചെയ്യാത്തത്? നമ്മൾ വലിയ മാന്യന്മാരാണല്ലോ മലയാളി സമൂഹം. നമുക്കെന്താ ഇങ്ങനെ ആലോചിക്കാൻ പറ്റാത്ത? ആദിവാസികൾക്ക് വേണ്ടി എത്രയോ നിയമങ്ങൾ. പക്ഷെ ഈ നിയമങ്ങളുടെ എണ്ണം കൂടുന്തോറും ഇവർ കൂടുതൽ വീക്കാന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ദേശത്ത് ഒത്തിരി ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ദേശത്ത് താമസിക്കുന്നവർ രോഗികളാണെന്ന അർത്ഥം. നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാം രോഗികളാണെന്ന അർത്ഥം. കേരളത്തിൽ ഒത്തിരി ആശുപത്രിയുണ്ട്. കേരളം മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടൊരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ഇത് മരുന്ന് മേടിച്ച് മനുഷ്യൻ കഴിക്കണം, ഒരാവശ്യമില്ല അത് മേടിച്ച് കഴിക്കുക. അപ്പോൾ ഈ ആശുപത്രികളുടെ എണ്ണം നമ്മുടെ ആരോഗ്യത്തെ അല്ല, മറിച്ച് ആരോഗ്യമില്ലായ്മയുടെ ലക്ഷണം എന്ന് പറയുന്നത് പോലെ തന്നെ ആദിവാസികൾക്ക് അനുകൂലമായ നിരവധി നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവർ മോസ്റ്റ് ഡിസേബിൾഡ് പീപ്പിൾ എന്നാണ് അർത്ഥം. അതാണ് ഈ ഒരു സർക്കിളിൽ നിന്ന് പുറത്ത് കിടക്കാതെ. അപ്പോൾ അവിടെ ഇവർ ഒന്ന് ആദിവാസികൾ സോഷ്യലി ഡിസേബിൾഡാണ്. പൊതുസമൂഹത്തെ അപ്പോൾ ഇവിടെയുള്ള ടീച്ചർമാരൊക്കെ നിങ്ങൾ സംസാരമൊക്കെ പിടികിട്ടും. ആദിവാസി കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പോകുന്നതന്നാ എന്ന് ചോദിക്കുക. നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ മതി. അവർക്ക് താല്പര്യമില്ല. താല്പര്യമുള്ളവരെ പഠിപ്പിക്കാനാണോ ടീച്ചറെ നിയമിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. നമ്മളാരും ഇത് ചോദിക്കാറില്ല. താല്പര്യമുള്ള പിള്ളേരെ മാത്രം പഠിപ്പിക്കാനാണോ 10,000 രൂപ കൊടുത്തൊരു ടീച്ചറിനെ നിയമിച്ചിട്ടുള്ളത്? അവർക്ക് താല്പര്യം. എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞാനുള്ള സ്കൂളും തുറന്ന് ചോക്കും കല്ലുപെൻസിലും ബോർഡും ഒക്കെ ആയിട്ട് പുസ്തകമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അവൻ വരണ്ടേ? വരാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്? പരിഹരിക്കപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം അത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പൊളിറ്റിക്കൽ തിങ്. ലോകപ്രസിദ്ധയായ ഒരു ഫെമിനിസ്റ്റിൻ്റെ വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ, ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ദേ ഷുഡ് ബി പൊളിറ്റിക്കൽ. രണ്ടുപേരും രാഷ്ട്രീയ സാക്ഷരതയുള്ളവരായിരിക്കേണ്ടതാണ്. അവർക്കിത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആദിവാസികൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറഞ്ഞാൽ ആദിവാസിക്ക് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ട്രാപ്പ്. ആദിവാസി 5 ഏക്കർ ഭൂമിയാണെന്ന് ഞാൻ എന്തിനാ 5 ഏക്കർ ഭൂമിനെ? എനിക്ക് 5 സെൻറ്റ് സ്ഥലമുള്ളതെന്ന് പറയണം. 5 ഏക്കർ ഭൂമിയാണെന്ന് ആദിവാസി പറഞ്ഞപ്പോൾ പറയുന്നത് എനിക്ക് 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ഇവനെന്തിനാ 5 ഏക്കറിന്? ഇവൻ്റെ 5 സെൻറ്റ് സ്ഥലം എവിടെയാണെന്നറിയാമോ? കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്നാണ്. കവടിയാർ കൊട്ടാരത്തിൽ 5 ഏക്കർ വേണമെന്നല്ല ആദിവാസി പറഞ്ഞത്. ഈ വയനാട്ടിലോ ഇടുക്കിയിലോ കൃഷിയിടങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൃഷിയിടങ്ങൾ വേണമെന്ന് പറയുന്നതിനൊരു ഇംപ്ലിക്കേറ്റീവ് മീനിങ് ഉണ്ട്. ആ കൃഷിഭൂമി ഞങ്ങൾ പണിയെടുത്ത് ജീവിതം ഉണ്ടാക്കിക്കോളാമെന്നാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. അങ്ങനെയാണ് നമ്മുടെ ഭൂപരിഷ്കരണത്തിലൊരു ഇംപ്ലിക്കേഷൻ ഉള്ളത്. 10 സെൻറ്റാണ് കൊടുക്കുന്നത്. അതിനൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. എന്തായിരിക്കും ആ ഇംപ്ലിക്കേഷൻ? 10 സെൻറ്റ് നീ വിതച്ച് കപ്പയിട്ട് ചേനയിട്ട് ജീവിച്ചോളാനാണോ? അല്ല, 10 സെൻറ്റ് ജീവിച്ച് മറ്റുള്ളവൻ്റെ ഭൂമി പോയി പണിയെടുത്ത് കൂലി വേലക്കാരനായി ജീവിച്ചോളാം അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ സോഷ്യൽ ഇമാജിനേഷൻ. നമുക്കതൊന്നും മനസ്സിലാവത്തില്ല. നമ്മൾ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുത്തെന്നൊക്കെ പറഞ്ഞ് നടക്കുക. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പൊളിറ്റിക്കൽ തിങ് ആയതുകൊണ്ട് ആദിവാസികൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ആദിവാസികളോട് എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. ആദിവാസികളോട് ചോദിക്കണ്ട. ആദിവാസികളിൽ നമ്മൾ കാണുന്ന ആദിവാസികളെയും ഈ ഒരു സങ്കല്പത്തിൽ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദിവാസികളെ ഒരു ഗ്രൂപ്പായിട്ടാണ് ആദിവാസികൾ സ്വയം കാണുന്നത്. അവർക്കിടയിൽ ചെറിയ തോതിൽ പൈസയൊക്കെ ഉള്ളൂ, ജീവിക്കാൻ നിവൃത്തിയുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവും, പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവരുണ്ടാവും, പോകാത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു ട്രൈബ് സ്വയം കാണുന്നത്, അവരൊരു ഇമാജിനേഷൻ, ഞങ്ങളൊരു വ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു സോഷ്യൽ ഈത്തോസ് പങ്കുവയ്ക്കുന്നൊരു വിഭാഗമാണ്.
നമ്മുടെ ബുദ്ധി അവിടെ ചെന്നിട്ട് അവിടെ വർഗ വിഭജനം നടത്തുക. വ്യത്യാസങ്ങളെ നമ്മൾ കൂടുതൽ ഊന്നുന്നത്, ആ വ്യത്യാസങ്ങളെ കൂടുതൽ ഊന്നുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങളെ കൂടുതൽ ഊന്നുന്നതിലൂടെ പാവപ്പെട്ട ആദിവാസികൾ എന്നൊരു കാറ്റഗറി ഉണ്ടാവുകയാണ്. പാവപ്പെട്ട ആദിവാസികൾ. അപ്പോൾ ഈ പാവപ്പെട്ട ആദിവാസികൾ രക്ഷിക്കാൻ എന്താ മാർഗം? പാവപ്പെട്ട ആദിവാസികളെ എങ്ങനെ രക്ഷിക്കുക? സ്റ്റേറ്റ് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ആദിവാസികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ വേൾഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ സ്റ്റേറ്റിൻ്റെ കയ്യിലുണ്ട്. ആദിവാസികൾക്ക് കൊടുക്കണം, അവർക്ക് വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ തുടങ്ങാൻ. പെട്ടെന്ന് തലക്കകത്തേക്ക് കോഴിക്കുഞ്ഞ് കയറി വരും. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ തലക്കകത്തേക്ക് പെട്ടെന്ന് കോഴിക്കുഞ്ഞും ആട്ടിൻകുഞ്ഞും ഒക്കെ കയറി വരിക. വേറെ ഒരു മേഖല ആദിവാസിക്കുണ്ടെന്ന് അവന് തോന്നുന്ന പോലുമില്ല. ഈ തോന്നായികയാണ് യഥാർത്ഥ ഈ സ്റ്റാഗ്നൻസിയുടെ പിന്നിലുള്ളത്. അപ്പോൾ ക്രൈം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പൊതുസമൂഹമാണ്, ആദിവാസികളല്ല. പൊതുസമൂഹം നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആദിവാസിയാണ്. ആ കളത്തിലേക്ക് വന്നില്ലെങ്കിൽ പിടിക്കപ്പെടും. ആ കളത്തിലേക്ക് ആദിവാസി വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മളൊരു കളം വരച്ചിട്ടുണ്ട്, ഒരു രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. പത്രപരസ്യത്തിൽ വരില്ലേ, സർക്കാർ പത്രപരസ്യത്തിൽ ആദിവാസികൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന സർക്കാർ തലക്കെട്ടാണ്. ഇടയിലൊരു 150 വയസ്സ് തോന്നിക്കുന്ന ഒരു അമ്മൂമ്മയും ജനിച്ചിട്ട് തന്നെ കുളിക്കാത്ത 2 കുട്ടികളും. ഇതാണ് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആദിവാസി. ആ ആദിവാസി ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്, അക്ഷരാർത്ഥത്തിൽ സംശയം. ഇത് നമ്മൾ കൊണ്ട് നടക്കുന്ന ആദിവാസിയാണ്, സ്റ്റേറ്റ് കൊണ്ട് നടക്കുന്ന, പൊതുസമൂഹം കൊണ്ട് നടക്കുന്ന ആദിവാസി. അതല്ലാതെ അത് റിയൽ ആദിവാസി. നമ്മുടെ കൺസീവിങ് ആദിവാസി എന്നത് പാവപ്പെട്ട, നിരക്ഷരനായ, വിവരമില്ലാത്ത, ധാരണയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, കഴിവില്ലാത്ത ആളാണ്. ഈ ഇമാജിനേഷൻ പൊളിയാതെ ആദിവാസികൾക്ക് പുതിയൊരു ജീവിതമുണ്ടാകാൻ പോകും. അത് പൊളിക്കുന്ന പുതുവഴികളാണ് ആദിവാസികളുടെ പുതിയ തലമുറ ആലോചിക്കുന്നത് എന്നതാണ് അവരുടെ ജീവിതത്തിലെ ഉണ്ടാകാൻ പോകുന്ന വഴിത്തിരിവിൻ്റെ സൂചനയായി ഞാൻ മനസ്സിലാക്കുന്നു. ആദിവാസികൾ റിസോഴ്സസിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ചു. അത് അതിഭീകരമായി അടിച്ചമർത്തപ്പെട്ടു. ഓക്കെ, പക്ഷെ അതുകൊണ്ട് ആദിവാസികൾ തകർന്നു പോയിട്ടില്ല. ആദിവാസികളുടെ പുതിയ തലമുറ ഒരു പുതിയ ജീവിതത്തെ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പാവപ്പെട്ട ആദിവാസികളെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. കളക്ടറായിട്ടുള്ള ആദിവാസിയെ നമുക്ക് ദഹിക്കില്ല, പ്രശ്നമുണ്ടായിരുന്നത്. അപ്പോൾ ഈ നാട്ടുകാരി കൂടിയാണോ ഒരു ശ്രീധന്യ സബ് കളക്ടർ. എൻ്റെ ഒരു സുഹൃത്ത് ദീർഘകാലമായി സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, ഞാൻ ശ്രീധന്യയെ കാണാൻ പോയിരുന്നു. അവർ ഭയങ്കര അഹങ്കാരം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പോയത്? ആദിവാസിയുടെ കാര്യം പറയാനാണ്. അവർ കേൾക്കാൻ പോലും അവർക്ക് സമയമില്ല. ഈ വാക്ക് ഈ കമ്മ്യൂണിക്കേഷനിൽ ആദിവാസി എങ്ങനെ ഇരിക്കുന്ന ആദിവാസി? ഞാൻ ചോദിക്കും, ധന്യ നല്ലതാണോ ചീത്തയാണെന്നൊക്കെ നമുക്ക് വിടാം. ഈ വർത്തമാനത്തിൽ അടങ്ങിയിരിക്കുന്ന ആദിവാസിയുടെ രൂപം എന്താ? ഇവൻ ചെന്നാൽ എഴുന്നേരുന്നിരിക്കുന്ന, ഇവൻ ചെന്നാൽ ആദരിച്ച് ഇരുത്തുന്ന, അവൻ പറയുന്നതെല്ലാം കേൾക്കുന്ന, അത് നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളെയാണ്. വാട്ട് ഈസ് ദ പ്രിവിലേജ് ഓവർ ഹർ? ഇവൻ എന്താണ് അവളുടെ മേൽ, സബ് കളക്ടറുടെ മേൽ പ്രിവിലേജ് ഉള്ളത്? ഒന്നുമില്ല. അവൻ ആദിവാസി അല്ല എന്നത് മാത്രം അവൻ്റെ പ്രിവിലേജ്. എന്ത് ഭീകരമാണെന്ന് ആലോചിക്കണം. ഒരു സബ് കളക്ടറാണ്, ഇതിവന് തോന്നുന്നില്ല ആദിവാസിയാണെന്നേ തോന്നുള്ളൂ. അവർ സബ് കളക്ടറാണെന്നല്ല അവന് തോന്നുന്നത്, ആദിവാസിയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോണമെന്നാണ് പറയുന്നത്. മാരകമാണ്. അത്രയും അൺഈക്വലായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റമാണ് നമുക്കുള്ളത്. നമ്മൾ ആദിവാസികളെ സംബന്ധിച്ച് നോളജിൻ്റെ ഒരു പ്രശ്നം, മൂന്നാമത്തെ ഒരു പോയിൻ്റാണ്. നമ്മൾ ആർജിച്ചിരിക്കുന്ന നോളജ്, ആദിവാസികൾ വിവരമില്ലാത്തവരാണ്. ആദിവാസികൾക്ക് വിവരമില്ല. അത് എന്താ നമുക്കത് മനസ്സിലാവുന്നില്ല, അത്രയേ ഉള്ളൂ. അവർക്ക് വിവരമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവർക്ക് വിവരമില്ല നമ്മൾ ധാരണയിലെത്തുക. എൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിവിനെ സംബന്ധിച്ച
നമ്മുടെ സങ്കല്പങ്ങൾക്കകത്തല്ല ആദിവാസിയുടെ വെളിവ് നിൽക്കുന്നത്. ആദിവാസിക്കൊരു ലോക വെളിവുണ്ട്, തലക്കകത്ത് ആളതാമസമുണ്ട്. ആ വെളിവ് നിൽക്കുന്നത് നമ്മൾ നോളജിനെ കുറിച്ച് ആധുനിക സമൂഹം പുലർത്തുന്ന ചില സങ്കല്പങ്ങളുണ്ട്. ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ, സർവലൗകികമായിരിക്കണം ജ്ഞാനം. ഇത് സർവലൗകികമായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് നോളജല്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ നോളജ് സിസ്റ്റവുമായി അല്ല സംവദിക്കുന്നത്. അവർക്ക് നോളജ് ഇല്ല എന്നുള്ളൊരു സങ്കല്പം, അവർക്ക് വിവരമില്ല, അവർക്ക് ജ്ഞാനമില്ല, അവർക്കൊരു ജീവിതബോധമില്ല എന്ന സങ്കല്പത്തിൽ നിന്നാണ് നമ്മുടെ വർത്തമാനം തന്നെ ആരംഭിക്കുന്നത്. ആ സംഭാഷണത്തിൽ ആദിവാസി സെൽഫില്ലാത്ത മനുഷ്യനാണ്. ആന്തരികത, അവന് സെൽഫില്ല, സ്വപ്നങ്ങളില്ല, ജീവിത ഭാവനകളില്ല, വിജ്ഞാനമില്ല, മനുഷ്യബന്ധങ്ങളില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആദിവാസിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഉന്നത ജ്ഞാനമുള്ളവരല്ല, മറ്റവരുടെ ജ്ഞാനത്തെ റദ്ദ് ചെയ്യുന്ന വിജ്ഞാനമാണ് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് ആദിവാസിയായിട്ടുള്ള നമ്മുടെ ഡയലോഗ് ഒരിക്കലും ഇഗാലിറ്റേറിയൻ അല്ല. ഇഗാലിറ്റേറിയൻ അല്ലാത്തത് കൊണ്ട് തന്നെ ആദിവാസിയെ നമുക്ക് ഉൾക്കൊള്ളാനോ നമുക്ക് ആദിവാസിയെ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ട് ആദിവാസികൾ എന്നത് ഒരു വിചിത്ര വിഭാഗമൊന്നുമല്ല. നമ്മുടെ നാഷൻ സ്റ്റേറ്റിനകത്ത് ജീവിക്കുന്ന തുല്യാവകാശമുള്ള പൗരന്മാർ തന്നെയാണ് നമ്മൾ കാണണം. അവരുമായിട്ട് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമല്ലാത്തത് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്ന വിജ്ഞാനം ഇവരെ കൂടി ഉൾക്കൊള്ളുന്നതല്ല. നമ്മുടെ വിജ്ഞാനം വളരെ പരിമിതമാണ്. നമ്മുടെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രബിന്ദു വ്യക്തിയാണ്. വ്യക്തി ഗ്രൂപ്പുകളെ സ്വീകരിക്കുക നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഗ്രൂപ്പുകളെ സ്വീകരിക്കുക എന്നത് വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുണ്ട് ഗ്രൂപ്പുകളെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. വ്യക്തിക്ക് തുല്യമായ പദവിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുള്ളത്. അതുകൊണ്ടാണ് റിസർവേഷൻ, ആദിവാസികളുടെ സ്വയംഭരണം. അത് വ്യക്തിക്ക് കൊടുക്കുന്ന അവകാശമല്ല, ഗ്രൂപ്പിന് കൊടുക്കുന്ന അവകാശമാണ് സ്വയംഭരണം എന്ന് പറയുന്നത്. റിസർവേഷൻ ഗ്രൂപ്പിന് കൊടുക്കുന്ന അവകാശമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായതുകൊണ്ട് ഒരു ഗ്രൂപ്പ് സോഷ്യൽ ഈത്തോസിൽ ജീവിക്കുന്ന ആദിവാസികളെ നമ്മുടെ വിജ്ഞാനത്തിന് പിടിക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിന് അങ്ങനൊരു മെക്കാനിസം ഇല്ല. ഇത്തരം ഗ്രൂപ്പുകളെ, അതായത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ആദിവാസികളും അനാദിവാസികളായിട്ടുള്ള പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നില, സാമ്പത്തിക നില എന്നത് വ്യത്യസ്തമായിരിക്കെ ഈ വ്യത്യസ്തതകളെ അക്കമഡേറ്റ് ചെയ്യുന്നതിൽ സ്റ്റേറ്റ് ഇപ്പോഴും വികസിച്ചിട്ടില്ല, സ്റ്റേറ്റിനിപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് വിചാരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ നഗര കേന്ദ്രീകൃതമായ ഇൻഡസ്ട്രിയൽ വേൾഡിൻ്റെ വികസന സങ്കല്പത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നടത്തുന്നത്. അതിവർക്ക് ആദിവാസികൾക്കത് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടൊരു സ്പെഷ്യൽ അപ്രോച്ച് ഈ കാര്യത്തിൽ നമുക്കുണ്ടാവണം. വ്യത്യസ്തതകളെ വ്യത്യസ്തമായി തന്നെ സമീപിക്കുന്ന ഒരു പുതിയൊരു അധ്യായം നമുക്ക് തുറക്കാൻ പറ്റണം. യഥാർത്ഥത്തിൽ ആദിവാസി പ്രവർത്തനത്തിൽ പൊതുസമൂഹത്തിൻ്റെ ചെയ്യാവുന്ന ഒരേ ഒരു കോൺട്രിബ്യൂഷൻ അതാണ്. ആദിവാസികൾക്കിടയിൽ വിദ്യാഭ്യാസം, അവർക്ക് പരമ്പരാഗത വിദ്യാഭ്യാസം വേണോ അതോ പരമ്പരാഗത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമാന്തര സ്കൂളിംഗ് സമ്പ്രദായം വേണോ അതോ അവരെ മെയിൻ സ്ട്രീം സ്കൂളിൽ അയക്കണോ എന്ന തർക്കമൊക്കെ നേരത്തെ വേണം. ഇപ്പോൾ അതൊക്കെ അതിൻ്റെ കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമാന്തര സ്കൂളിംഗ് സമാന്തരമായൊരു പഠനം അല്ലെങ്കിൽ തന്നെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്, അത് നമ്മളും നടത്തുന്നുണ്ട്. ആദിവാസികൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് സ്കൂൾ കെട്ടിപ്പൊക്കിയിട്ട് അങ്ങനെ സമാന്തരമായിട്ടൊന്നും പഠിപ്പിക്കണ്ട. എല്ലാവരും പഠിക്കുന്നത് തന്നെ അവരും പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നതെന്നു വെച്ചാൽ പൊതുസമൂഹമായിട്ട് സംവദിക്കാനായിട്ടുള്ളൊരു ശേഷിയാണ്. പൊതുസമൂഹവുമായി ഇടപെടാനുള്ള ഒരു ഷീൽഡാണ് അവരെ സംബന്ധിച്ച് വിജ്ഞാനം എന്ന് പറയുന്നൊരു കാര്യം. ഈ പൊതുസമൂഹത്തിൻ്റെ സങ്കല്പങ്ങളെ അഴിച്ചു പണിയാൻ അവരെ പ്രാപ്തമാക്കുന്നൊരു സംഗതിയാണ് അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസം.
അതുകൊണ്ട് കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന അഭിപ്രായമുണ്ട് എനിക്ക്. പഠിക്കുന്നുണ്ട്, ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ട്. കേരളത്തിലെ ഒരു ആദിവാസി വിദ്യാർത്ഥി യൂറോപ്പിൽ പോയി പഠിക്കാനായിട്ട് അപേക്ഷ കൊടുക്കാനായിട്ട് പട്ടികവർഗ വകുപ്പിൽ ചെന്ന് അപേക്ഷ കൊടുത്തു. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ക്ലർക്ക്, ഫ്രണ്ടിലിരിക്കുന്ന ക്ലർക്ക് മൊത്തം വായിച്ചു നോക്കിയിട്ട് ആ പയ്യനോട് പറയുന്ന ഒരു വാക്കിതാണ്: ഇവിടെ ആദിവാസികൾ മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കുക, അന്നേരം നീ എന്തിനാണ് യൂറോപ്പിൽ പോയി പഠിക്കുന്നത്, ഇവിടെ കോളേജൊന്നും ഇല്ലതാ. അവൻ എന്തൊരു കൊടും ഭീകരനാണെന്ന് ആലോചിക്കുക. നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവനൊരു ക്രൈമാണ് ചെയ്യുക, ഒരു സോഷ്യൽ ക്രൈമിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആദിവാസികൾ പട്ടിണി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവരെന്നാ പള്ളിക്കൂടത്തിൽ പോകണ്ടേ? അപ്പം ഇതാണ് നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം. ഈ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്താലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ഈ പൊതുവഴികളെന്ന് പറയുന്നതിനകത്ത് വിദ്യാഭ്യാസം ചെയ്തൊരു വലിയൊരു തലമുറ ആദിവാസികൾക്കിടയിൽ പല തലത്തിൽ, അതിനകത്ത് തന്നെ പല വിഭജനങ്ങളുണ്ട്. എല്ലാ ട്രൈബിൽ നിന്നും ധാരാളം പേരൊന്നും ഉണ്ടാവില്ല, എങ്കിലും മിക്കവാറും എല്ലാ ട്രൈബിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്തൊരു തലമുറ. ഇവരെ ആധുനിക സ്റ്റേറ്റ്, നേഷൻ സ്റ്റേറ്റ് ഇവരെ അക്കമഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നാളിതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല. ഇവർക്കൊരു സ്പെഷ്യൽ ഡ്രൈവ് കൊടുത്ത് ഇവരെ അക്കമഡേറ്റ് ചെയ്യാൻ, അവരുടെ ശേഷിയെ രാഷ്ട്രത്തിന് വിനിയോഗിക്കാൻ എന്തെങ്കിലും പദ്ധതി ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല. കേരളത്തിലെ ആദിവാസി ഭൂമി ചോദിക്കുമ്പോൾ ഭൂമിയില്ലെന്ന് പറഞ്ഞ അതേ യുക്തിയാണ്. പഠിച്ച് പുറത്ത് വരുമ്പം അവന് ജോലി കൊടുക്കില്ല, പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ആദിവാസികൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മുന്നോട്ട് പോകൽ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശരീരത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ആദിവാസികൾ സ്വന്തം കരുത്താൽ എത്തപ്പെടുക എന്നർത്ഥം. അതാരും കൊണ്ടുചെന്നാക്കേണ്ട സ്ഥലമല്ല, അവർ സ്വന്തമായി തന്നെ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ്. ആദിവാസികൾക്കിടയിൽ സിനിമാ മേഖലയിൽ, ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ 1 കോടി രൂപ വെച്ച് 2 പേർക്ക് സിനിമ നിർമ്മിക്കാനായിട്ട് കൊടുക്കും. വ്യക്തിക്കാണ് കൊടുക്കും, അതും വ്യക്തിക്കാണ്. അപ്പോൾ ഈ ആദിവാസികൾക്കിടയിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള തൊഴിലിലേക്ക് പോയ പുതിയ വിഭാഗങ്ങളുണ്ട്. അവരൊരു പുതുജീവിതം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്, പുതുജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം കൊണ്ടാണ് അവർ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പോകുന്നത്. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ പദ്ധതിയില്ല. നമ്മുടെ പദ്ധതി മുഴുവൻ ഈ പറഞ്ഞ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ട, കാടിനുള്ളിൽ ജീവിക്കുന്ന, സ്വച്ഛന്തമായി ജീവിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർ എന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യർ, അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് മോചനമില്ല, പൊതുസമൂഹം അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നില്ല. ഏറ്റവും അവസാനം ഇവിടെ നിർത്താൻ സമയമായി ഒരു പോയിൻ്റ് കൂടി പറയട്ടെ. നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ ആദിവാസി പ്രശ്നങ്ങൾ എപ്പോഴാണ് ചർച്ചയ്ക്ക് വരിക? ഒന്നുകിൽ മഹാദുരന്തങ്ങളുണ്ടാവും, അല്ലെങ്കിൽ CK ജാനു ഒക്കെ പിടിക്കപ്പെട്ടതുപോലുള്ള പ്രക്ഷോഭങ്ങളുണ്ടാവും, മുത്തങ്ങ പോലുള്ള പ്രക്ഷോഭം. ഇതല്ലാത്ത സമയത്ത് ഇവർക്കെന്താ നോർമൽ ലൈഫില്ലേ? ഈ ആദിവാസികൾക്ക് നോർമൽ ലൈഫില്ലേ? റിപ്പോർട്ട് ചെയ്യപ്പെടാൻ മാത്രം ഇല്ലേ? അട്ടപ്പാടിയിൽ നിന്ന് എങ്ങനെയാണ് വാർത്ത വരിക? ഒരു ഗർഭിണിയെ ചുമന്നുകൊണ്ട് പോകുന്നു, ചുമന്നുകൊണ്ടുവന്ന ചിത്രമാണ് പിറ്റേ ദിവസം ഫ്രണ്ട് ന്യൂസിൽ. അതിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇവിടെ റോഡില്ല, പ്രശ്നമാണ്. പിന്നെ പിറ്റേ ദിവസം 1 കോടി രൂപ റോഡിനനുസരിച്ച് റോഡ് വെട്ടുന്നു. 3-ാം കൊല്ലം വീണ്ടും റോഡ് പൊളിയുന്നു. റോഡ് പൊളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രസവത്തിന് ആൾ വരണം, അന്നേരം വാർത്ത വരത്തുള്ളൂ. ഇത് റോഡ് പൊളിയുമ്പോൾ തന്നെ കൊടുക്കാവുന്നൊരു വാർത്തയാണല്ലോ, അതല്ല കൊടുക്കുന്നത്. ഈ ആദിവാസികളെ ദുരന്ത കഥാപാത്രങ്ങളായി പിന്നെയും 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 ആവർത്തിച്ച് സ്ഥാപിക്കുന്ന ഒരു യുക്തി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന സൗന്ദര്യ മത്സരത്തിൽ, കമേഴ്സ്യൽ പരസ്യ സൗന്ദര്യ മത്സരത്തിൽ 2ാം സമ്മാനം കിട്ടിയത് അട്ടപ്പാടിയിലെ ആദിവാസിയായ ഒരു പെൺകുട്ടിക്കാണ്. എന്തുകൊണ്ട് കേരളം ആഘോഷിക്കാതിരുന്നത്? അത് ആദിവാസി ക്വസ്റ്റ്യൻ അല്ല. ആദിവാസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ തുണിയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന സ്ത്രീകളാണ്. ഇത് ഭീകരമാണ് ഈ സാധനം, ഈ സങ്കല്പം. അതായത് നമ്മൾ
ഒരു സങ്കല്പമുണ്ടാക്കി വെച്ച് ഈ ജനതയുടെ സെൽഫിനെയും അഭിമാനത്തെയും നിരന്തരം മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വയനാടായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ വന്യജീവികളെ ഇറങ്ങിയാൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതാണ്. ഇതേ മനോഭാവം ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. മുത്തങ്ങ വെടിവെപ്പ് നടന്നു. CK ജാനുവും ഗീതാനന്ദനും ഒളിവിൽ പോയി. 2 ദിവസത്തേക്കാണ് ഒളിവിൽ പോകാൻ പറ്റുകയുള്ളൂ. 3-ാം ദിവസം പിടിക്കപ്പെട്ടു. ഭീകരമായി മർദ്ദിക്കപ്പെട്ടു. ഈ സമയത്ത് ഞാൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നാട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഇറങ്ങി വഴി കാണുന്ന ആദിവാസിയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടാക്കുക. ഇവരാരാ? എന്താണെന്ന് ഇവിടെ നടന്നത്? ഈ ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ലളിതമല്ല ഈ കാര്യം. വംശീയമായ ഇത്തരം മുൻവിധികളെ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആലോചിച്ചാൽ ആദിവാസികൾക്കിടയിൽ പുതിയ മനുഷ്യരുണ്ടായി വരുന്നു എന്ന്, പുതിയൊരു തലമുറ, പുതിയ മാനവികത, പുതിയ മനുഷ്യർ, പുതിയ ശേഷിയുള്ളവർ, സർഗശേഷിയുള്ളവർ ഉയർന്നു വരുന്നു എന്നത് കാണാനുള്ള കണ്ണാണ് പൊതുസമൂഹത്തിനും സ്റ്റേറ്റിനും വേണ്ടത്. അതില്ല. അവർക്കിപ്പോഴും ആദിവാസി എന്ന് പറഞ്ഞാൽ പണ്ടെങ്ങോ മലകളിൽ താമസിച്ച കുറേ മനുഷ്യർ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യം ഒരു തലക്കകത്തേക്ക് വരാറില്ല. എന്നിടത്താണ് ആദിവാസികളുടെ ദുരന്തം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആ ഇമാജിനേഷൻസിനെ തട്ടി മാറ്റിക്കൊണ്ട് ഈ പുതിയ തലമുറയുമായി സംവാദാത്മകമായി ഇടപെടാൻ നമുക്ക് കഴിയേണ്ടത്. കേരളത്തിലെ എല്ലാ ജനസമുദായങ്ങളുടെയും പ്രണയവും വിരഹവും ദുഃഖവും ഒക്കെ നോവലുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ആദിവാസികൾക്കിടയിൽ അത് ഇല്ല എന്ന് തോന്നുന്നു. 2 നോവലുകൾ ആദരണീയനായ മരിച്ചുപോയ എൻ്റെ സുഹൃത്തുകൂടിയായ KJ ബേബിയുടെ മാവേലി മണ്ഡലത്തിൽ കമിതാക്കളായ 2 പേരുണ്ട്. അവർ സ്വപ്നം കാണുന്നൊരു സംഭവം, കാടിനുള്ളിൽ പൂക്കളൊഴുകുന്ന ഒരു പുഴ, ആ പുഴയിലൂടെ നമുക്ക് നീന്തണമെന്ന് അവർ സ്വപ്നം കാണുന്നു. ഒരു കാടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആ പുഴ കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണ് അതിൻ്റെ സംഗതി. നാരായൺ എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന് കൊച്ചരേത്തി എന്ന് പറയുന്ന നോവലുണ്ട്. ആ കൊച്ചരേത്തിയുടെ ജിയോഗ്രഫി എന്ന് പറയുന്നത് കാഞ്ഞാർ എന്ന് പറയുന്ന തൊടുപുഴയിലെ ആദിവാസി പ്രദേശത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള ഒരു പോക്കാണ്. കാടിനകത്തുനിന്ന് പുറത്തേക്കുള്ളൊരു വഴിയാണ് തുറക്കുന്നത്. ഈ ഒരു സന്നിഗ്ധത ഇതിനകത്തുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു റീഡിഫൈനിങ്, റീതിങ്കിങ് നമ്മൾ നടത്തിയാൽ മാത്രമേ ഈ പുതിയ മനുഷ്യൻ, ഇന്നലെ PhD-കാരനായിട്ടുള്ള ഒരു ആദിവാസി യുവാവായിട്ട് ഈ വേദിയിൽ ഞാൻ സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു, ഞാനൊരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ചെന്നപ്പോൾ ഒരു 35 പേരുണ്ട് സാറ്. അത്രയും വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അവരോടൊക്കെ നമ്മൾ ചോദിക്കണം, നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്. അവരോടൊന്നും ചോദിക്കേണ്ട, അത് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നന്ദി, നമസ്കാരം. അതായത് കേരളത്തിൽ ഏകദേശം 37ഓളം ആദിവാസി വിഭാഗങ്ങളുണ്ട്. അതിൽ വയനാട്ടിലെ ഏകദേശം 7ഓളം ട്രൈബൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. ഇപ്പം ജനറലായിട്ട് ആദിവാസികളെക്കുറിച്ച് പറയുമ്പം നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാവില്ല. പക്ഷേ ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ഏറ്റവും പിന്നോക്കാവസ്ഥയും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വംശനാശ ഭീഷണിയിൽ ഉള്ള അടിയ, പണിയ, കാട്ടുനായിക്ക, ഊരാളി, വെട്ടുകുറുമ പോലെയുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പം ഈ കമ്മ്യൂണിറ്റികളിലൊക്കെ തന്നെ ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് നമ്മുടെ കൈവിരലുകളിൽ എണ്ണാവുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു തലമുറ പഠിച്ച് മുന്നോട്ട് വരുമ്പോഴും അവർക്ക് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തൊഴിൽ എന്ന് പൊതുസമൂഹം പറയുമ്പോഴും BEd കഴിഞ്ഞവർക്കും MBA കഴിഞ്ഞവർക്കും ഒന്നും തന്നെ തൊഴിലില്ലാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം യൂറോപ്പിൽ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും IAS ഉദ്യോഗം ഉണ്ടെന്ന് പറയുമ്പോഴും അത് ഈ കമ്മ്യൂണിറ്റികളിലുള്ള ST വിഭാഗത്തിൽ 37 വിഭാഗങ്ങളിലുള്ള കുറിച്യ, കുറുമ പോലെയുള്ള പ്രബലരായിട്ടുള്ള കമ്മ്യൂണിറ്റികളിലുള്ളവരും മലയരയ പോലെയുള്ള കമ്മ്യൂണിറ്റികളിലുള്ളവർ ഒക്കെ തന്നെയാണ്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന അടിയനും പണിയനും കാട്ടുനായ്ക്കനും ഈ പറയുന്ന 3 സെൻറ്റ് കോളനിയിൽ 400 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ 5ഉം 6ഉം കുടുംബങ്ങളായി തിങ്ങി നിറഞ്ഞ് വിദ്യാഭ്യാസമോ ഹെൽത്തോ ഒന്നും ഒരു വീട്ടിലേക്കുള്ള വഴി പോലും ഇല്ലാത്ത ദുരവസ്ഥയിൽ കഴിയുന്നവരും ഉണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റികളുടെ ഒക്കെ ക്ഷേമം എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.
ഈ ആദിവാസി ജനത ഒരു ഹോമോജീനിയസ് പീപ്പിൾ അല്ല എന്നുള്ള തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. വ്യത്യസ്തമായി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നും പറഞ്ഞിരുന്നു. ആദിവാസികളുടെ പൊതുവായ അവസ്ഥ തകർച്ചയുടെ വക്കിലാണ് എന്ന കാര്യവും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ തകർച്ച മാത്രമാണോ നമ്മൾ കാണേണ്ടത് എന്ന കാര്യമാണ് ഞാൻ ഉന്നയിച്ചത്. ഒരു ജനതയെക്കുറിച്ച് അവരുടെ തകർച്ചകളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ഉയർന്നു വരാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നൊരു കാര്യമാണ്. സുഹൃത്ത് പറഞ്ഞ കാര്യം ശരി തന്നെ. കോളനികളിൽ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ജീവിതാവസ്ഥ അതിവിടെ മാത്രമല്ല, കേരളത്തിൽ ദളിതർക്കും ആദിവാസികൾക്കുമായിട്ട് ഒരു 50,000 കോളനിയുണ്ട്. മിക്കവാറും കോളനിയിലെ സ്ഥിതിയൊക്കെ അതൊക്കെ തന്നെയാണ്. പക്ഷേ ആ കോളനി ജീവിതത്തിലെ ഞെങ്ങി ഞെരുങ്ങിയുള്ള ജീവിതമാണ് ഈ മനുഷ്യരെ നമ്മൾ കരുതരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കരുതിയാൽ ഇതിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്നവരെ നമ്മൾ കാണാതെ പോകും. ഈ തലയുയർത്തി നിൽക്കുന്നവർ അവർ കൂടുതൽ പൈസയുള്ളവരാണോ അല്ലയോ അത് വേറൊരു കാര്യമാണ്. ഏതായാലും കേരളത്തിൽ എന്തുകൊണ്ടാണ് 5 ഏക്കർ ഭൂമി ചോദിച്ചത്? കേരളത്തിലെ ആദിവാസികൾ 5 ഏക്കർ ഭൂമി ചോദിച്ചത് ഭൂമിയുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ഭൂമി എന്നത് കപ്പയിടാനുള്ള സ്ഥലമല്ല, ഇറ്റ് ഈസ് എ റിസോഴ്സ്. അപ്പോൾ ആ റിസോഴ്സ് ഞങ്ങൾക്ക് വേണമെന്നാണ് ഈ പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കാൻ 5 ലക്ഷം രൂപ വേണോ? ഞങ്ങൾ ആ ഭൂമി വേണമെങ്കിൽ 5 ലക്ഷം രൂപ എടുക്കുന്നതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അല്ല അതിനകത്ത് ജൈവ കൃഷി ചെയ്ത് ഈ തീറ്റപ്പണ്ടാരങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റാന്നല്ല ആദിവാസി പറഞ്ഞത്. അത് ആദിവാസിയുടെ ഉത്തരവാദിത്തമല്ല. തിന്നണമെങ്കിൽ തന്നെ പണിയെടുക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഒരു ഇത് റിസോഴ്സായിട്ടാണ് പറയണത്. ഞങ്ങൾക്ക് അസറ്റ് വേണം എന്നാ പറയണം. അപ്പോൾ ഈ മലയരേ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്താ? അവർ അസറ്റഡാണ്. രണ്ടാമത്തെ സംഗതി തന്നെ, അവർ 200 വർഷം മുമ്പ് ക്രിസ്തുമതം സ്വീകരിച്ചൊരു വിഭാഗം അതിനകത്തുണ്ട്. ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നവരുമുണ്ട്, ക്രിസ്തുമതം സ്വീകരിച്ചു. നോർത്ത് ഈസ്റ്റിലെ ആദിവാസികൾ ജെ.എൻ.യുയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിരവധി നോർത്ത് ഈസ്റ്റ് കക്ഷികളെ കാണാൻ പറ്റും. അവരൊക്കെ എങ്ങനെയാണ് ഉയർന്നു വന്നത്? അവിടെ നടന്ന ഈ പറഞ്ഞ മതം മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇതിലൂടെയാണ് ആ ജനത അപ്പുറത്തേക്ക് വന്നത്. മധ്യേന്ത്യയിലെയോ? മധ്യേന്ത്യയിൽ നോക്കി, ഭീലായി പോലുള്ള സ്ഥലത്തെ ആദിവാസികളുടെ സ്ഥിതി നോക്കി, അവിടുത്തെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് വളരെ സ്ലോ ആയിരുന്നു. അതുകൊണ്ട് ആര് വന്നു അവിടെ വലിയ സ്റ്റീൽ പ്ലാന്റൊക്കെ വന്നപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടെ ചെന്ന് കുടിയേറുകയും ഉദ്യോഗസ്ഥന്മാരായിട്ട് അവിടെ വരികയും ആദിവാസികൾ അവിടുത്തെ ഏറ്റവും താഴത്തെ തൊഴിലുകളിലേക്ക് വിന്യസിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നേ. അപ്പം നമ്മൾ ഇപ്പം എനിക്കെന്ന് വേണമെന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഹ്യൂമൻ റൈസ് ഉന്നയിക്കുന്നത്. ഇപ്പം എനിക്ക് 2 കിലോ അരി, അത് സ്റ്റേറ്റിൻ്റെ ലോജിക്കാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോവാം, അടുത്ത വർഷം തീർച്ചയായിട്ടും അരി വിതരണം ചെയ്യും, ഒരു സംശയം വേണ്ട. അതെല്ലാ സ്റ്റേറ്റും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ആദിവാസിയുടെ ആവശ്യം ഈ മനുഷ്യന് തിന്നാൻ കൊള്ളില്ലാത്ത അരിയല്ലെന്നേ. ഞാനെന്താ പറഞ്ഞത്, നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിൽ നിന്ന് തല ഉയർത്തി നിൽക്കുന്ന മനുഷ്യരിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണം. 1928 മഹാത്മാ അയ്യൻകാളി നിയമസഭയിൽ പറഞ്ഞ, അന്നത്തെ പ്രജാസഭയിൽ പറഞ്ഞൊരു വാക്യമുണ്ട്. എൻ്റെ സമുദായത്തിൽ 6 പെൺകുട്ടികൾ 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ട്, അവർക്ക് ജോലി കൊടുക്കണമെന്നാണ്. എല്ലാവർക്കും ജോലി കൊടുക്കണം എന്നല്ല പറയുന്നത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്ട്രഗിളാണത്. ഒരാൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സ്ട്രഗിളാണ്. CK ജാനു ഇതിനകത്തുണ്ട് ഉണ്ടാവാൻ വഴിയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ലോകപ്രസിദ്ധയായ ഒരു ആക്ടിവിസ്റ്റായിരുന്നു, ലോകപ്രസിദ്ധയായ. അവരോട് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് കാണും. പക്ഷെ അടിയ സമുദായം പോലുള്ള ഏറ്റവും കീഴ്ത്തര സമുദായത്തിൽ നിന്ന് ഒരാളെങ്ങനെ ഉയർന്നു വന്നത്? അവരെ നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി തന്നെ. അപ്പം യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കുറിച്ച് എന്നാ പറഞ്ഞത്? മണ്ടന്മാരാണെന്നാണ് പറഞ്ഞത്, അല്ലേ? ശരിക്കും എക്സോട്ടിക് പീപ്പിൾ, ഇവർ ബോധമില്ലാത്ത കുറേ മനുഷ്യന്മാർ, യാതൊരു ധാരണ, വിജ്ഞാനമില്ലാത്ത, വിവരമില്ലാത്തവർ. അത് നമ്മളെങ്ങനെയാണ് പൊളിച്ചത്? വിവരമില്ലായ്മ കാണിച്ചാണോ? ആയിരക്കണക്കിന് തലയെടുപ്പുള്ളവരെ സൃഷ്ടിച്ചും വിജ്ഞാനത്തെ സംബന്ധിച്ച സങ്കല്പത്തെ മാറ്റിമറിച്ചും ലോകത്ത് തന്നെയുള്ള വിജ്ഞാനത്തിൽ വലിയൊരു പങ്ക് ഇന്ത്യയിലുണ്ടെന്ന് വാചകമടിച്ചുമാണ് അതിന് വ്യവഹാരം നിർമ്മിച്ചാൽ നമ്മൾ ബ്രിട്ടീഷുകാരോട് വർത്തമാനം പറയാൻ പഠിച്ചു. ഇത് ആദിവാസി ചെയ്യണമെന്ന് പറയുന്നത് എന്താ കുഴപ്പം? ആദിവാസികളൊന്നുമില്ല, അതേ വഴിയുള്ളൂ. അതല്ലാതെ ഭൂമി കിട്ടിയാലൊന്നും, ഭൂമി ഇപ്പം മൂവാറ്റുപുഴയിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ഭൂമി ആദിവാസിക്ക് CK ജാനുവൊക്കെ സമരം ചെയ്യുന്ന ഭാഗമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. കരക്കാരന്നേരം പൗരസമിതി ഉണ്ടാക്കി പറ്റിയെന്ന് പറഞ്ഞു. ആദിവാസി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റിയല്ലേ? മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും വീട് വാടകയ്ക്ക് കൊടുക്കാത്ത സ്ഥലങ്ങൾ നിരവധിയാണ് കേരളത്തിൽ.
നമ്മൾ എവിടെ ഇരുന്ന് ഇതൊക്കെ പറയുന്നത്? സി കെ ജാനു എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു ആദിവാസിയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആദിവാസി എന്ന് പറയുമ്പോൾ ഈ സിനിമയെ കെട്ട ആദിവാസികളെ ആൾക്കാർക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കെട്ടിയ ആദിവാസിയെ തേടിയാണ് അവരുടെ സി കെ ജാനു നല്ല സാരി കൊടുത്ത് ഇങ്ങനെ ഇറങ്ങി വരുമോ. അപ്പോൾ ആൾക്കാർ ഇതാണോ ആദിവാസികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നോ? കുറേ വർഷം, ഒരു 10-30 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നു. അപ്പം നമ്മുടെ ഇമാജിനേഷനാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരാളെങ്കിലും ഒരാൾ, ഇന്ത്യയിലെ ദളിതർക്ക് ഒരു ഡോക്ടർ ബി ആർ അംബേദ്കറേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം സാമൂഹ്യ ചരിത്രമാണ്. ഒറ്റയാളെ ഉണ്ടായിരുന്നെന്ന് ഓർക്കണം. നമ്മളത് വില കുറച്ച് കാണണ്ട. ഒരുപക്ഷെ ഒരൊറ്റ ആദിവാസിയായിരിക്കും ഈ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകും. ഈ പറയുന്ന കോളനിയിലെ ജീവിതത്തിന് തീർച്ചയായും ഗവൺമെൻറ് വിശാലമായ ഒരു കാഴ്ചപ്പാട് അതിനകത്തുണ്ടാക്കണം. അതും ഇതോടൊപ്പം തന്നെ നമ്മൾ ഉന്നയിക്കുന്ന അഭിപ്രായം എനിക്കുണ്ട്. ഈ വിദ്യാഭ്യാസം പോലെയുള്ള സംഗതികളെ മാത്രം ഊന്നാതെ ഇതോടൊപ്പം തന്നെ നമ്മളത് ഉന്നയിക്കും. ഇപ്പോൾ കേരളത്തിലെ അടിയ സമുദായത്തിൽ ഒരു പുതിയൊരു കൾച്ചറൽ ട്രെൻഡ് ഉണ്ടായി. ഞങ്ങൾ അടിയരല്ല എന്ന് പ്രഖ്യാപിച്ച് അവർ ഭാഷയുടെ പേര് വെച്ചിട്ടൊരു ബാൻഡ് അവർ പുറത്തു വിട്ടു. ഈ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ വിപ്ലവത്തിലൊന്നായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ വിപ്ലവത്തിലൊന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി ഒരു ആദിവാസി യുവാവിനോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്നു. എനിക്ക് സൗകര്യമില്ലെന്ന് അയാൾ പറഞ്ഞു. അത് വലിയ വിപ്ലവം. അതൊക്കെ ഒരാൾ പറഞ്ഞതുകൊണ്ട് വിപ്ലവം അല്ലാതൊന്നും ആകുന്നില്ല. അതൊക്കെ തന്നെയാണ് വിപ്ലവം എന്ന് പറയുന്നത്. ആ പറയാൻ പ്രേരിപ്പിക്കുന്ന ആ കാര്യമുണ്ടല്ലോ, അതൊരു പ്രധാന സംഗതി. അപ്പോൾ ആദിവാസികളെക്കുറിച്ച് സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അവർ പൊഴിച്ചു കളയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം. സുഹൃത്ത് പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അതിന് ഗവൺമെൻറ് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സർ, ഹായ്. സോ എനിക്ക് ചോദ്യം എന്നുള്ളതിനേക്കാൾ എനിക്കിത് ആക്ച്വലി ഒരു ക്ലാരിഫിക്കേഷനാണ്. എന്നത് പറയാൻ എനിക്ക് പേടിയുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്നത് മണ്ടത്തരമാണോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രസ്താവനകൾ മണ്ടത്തരമാണോ എന്ന ഭീതി എനിക്കുണ്ട്. എന്നാലും പറയാണ്, എൻ്റെ എക്സാമ്പിൾസും വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഈ അടുത്ത് കൂട്ടുകാരനായിട്ട് നടന്നൊരു ചർച്ചയിൽ അവൻ പറഞ്ഞു, അവൻ്റെ ക്ലാസ്സിൽ പണ്ടുണ്ടായിരുന്ന ഒരു ആദിവാസി പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് അവൻ എക്സ്ട്രാ കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമില്ലായിരുന്നു, എല്ലാവരെയും പോലെ തന്നെ അവളെയും കണ്ടാൽ മതിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി ചെയ്തത് ലെഫ്റ്റ് ഔട്ടായിട്ടിരുന്ന കുറച്ച് ആദിവാസി കുട്ടികളുണ്ടെന്ന്. അവരോട് ആരും അധികം സംസാരിക്കില്ല. അപ്പോൾ ഇവള് പോയിട്ട് അവരോട് അധികം സംസാരിച്ചു. അപ്പോൾ ഇവൻ പറയുന്നത് അതൊരു പ്രൊട്ടക്റ്റീവ് മനോഭാവം. സാർ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ്, അത് മാറണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഡൗട്ട് ഇതാണ്, ഞാൻ പ്രിവിലേജ്ഡ് ആണ്, ആദിവാസി എന്ന് പോലും അല്ല, ഞാനൊരു ഇത്ര പ്രിവിലേജ്ഡ് ആണ്, എന്നെക്കാൾ ഇത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ലേ? അയാളെയും എന്നെക്കാൾ പ്രിവിലേജ് ഉള്ള ഒരാളെയും ഞാൻ ഒരേപോലെയാണോ കാണുകയും ട്രീറ്റ് ചെയ്യും വേണ്ടത് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ സാറിന് അതൊന്ന് പറയാൻ പറ്റിയാൽ നന്നായിരുന്നു. ആദിവാസികൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യരുതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ചെയ്യണം തന്നെ അഭിപ്രായമുള്ള ആളാണ്. പക്ഷേ അതൊരു പ്രിവിലേജ് ആണെന്ന് ആരും കരുതരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു പ്രിവിലേജ് കൊണ്ട് എൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ ചെയ്യുകയെന്ന് ആരും പറയരുത്. അത്രയും വലിയ ഉദാരതയൊന്നും ആദിവാസികളുടെ ആരും കാണിക്കരുത്. അതൊരു കുറ്റകൃത്യമാണെന്നാണ്. ഈ കരുണയെക്കുറിച്ച്, കരുണാപൂർവമായ സ്നേഹത്തെക്കുറിച്ച് ഗുരു ഒക്കെ പറയുന്ന പോലെ ഈക്വൽ എന്ന നിലക്കാണ് ആദിവാസികളുടെ ഇടപെടൽ വേണ്ടത്. നമ്മളവരെ രക്ഷിച്ചെടുക്കുന്നു എന്നുള്ള ബോധമാണ് ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത്. അങ്ങനെ അവരെ ഡിഫൈൻ ചെയ്യും. ആദ്യം പട്ടിണിപ്പാവങ്ങളാണെന്ന് പറയുക. ഒരാൾ മനോരോഗിയാണെന്ന് നമ്മൾ നിശ്ചയിച്ചാൽ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അയാൾ ആശുപത്രി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പിന്നെ അയാൾ പറയുന്ന കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് മനോരോഗമൊന്നുമില്ല, ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ നമ്മളെ സമ്മതിക്കില്ല. കാരണം നമുക്കറിയാം ഇവന് വട്ടാന്ന്, നമ്മളങ്ങനെ കരുതുന്നത്. അപ്പോൾ പിന്നെ ഇവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. എന്ന് പറയുന്ന ഒരു ആദിവാസി പാവപ്പെട്ടവരാണ്, സോഷ്യലി ഡിസേബിൾഡാണ്. ഇതാണ് നമ്മുടെ സങ്കല്പം. അതിൽ നിന്ന് മാറി എൻ്റെ കൂട്ടുകാരി അവളുടെ ഭൗതികമായ ചുറ്റുപാടുകൾ കൊണ്ട് അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ജീവിക്കുന്നത്, പരസ്പരം സഹായിച്ച് സ്നേഹിച്ചുമൊക്കെ ഇല്ലേ. അത് ആണ് ആദിവാസിയോടും നമ്മൾ കാണിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ കാരുണ്യം ചൊരിയാനുള്ളൊരു സ്ഥലമായിട്ട് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട്
തീർച്ചയായും നമ്മൾ അവരുമായി നല്ല റിലേഷനിൽ, ഒരു ഇഗാലിറ്റേറിയൻ റിലേഷനിൽ നിന്നുകൊണ്ട് ഇൻറ്ററാക്ഷൻ നടത്തുകയും അവരുമായിട്ട് സംസാരിക്കുകയും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും, അങ്ങോട്ട് കൊടുക്കൽ മാത്രമല്ല ഇങ്ങോട്ട് വാങ്ങുകയും കൂടി ചെയ്യണം. കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോഴാണ് നമ്മുടെ ബന്ധം ശരിയാകുന്നത്. ഒരാൾക്ക് ഞാൻ അങ്ങോട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിനകത്തൊരു സ്ലേവറി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ എന്ന് നമുക്ക് കഴിയുന്നു അന്നേ ആകത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞു, ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ മാറ്റം വരണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. മാഷെ, ഒറ്റ ചോദ്യം. ഇപ്പോൾ നമ്മളുടെ കോളനികൾക്കൊക്കെ പേര് മാറ്റി അത് പ്രകൃതി എന്നും ഉന്നതി എന്നും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഏത് തരത്തിലാണ് മാഷ നോക്കിക്കാണുന്നത് എന്നൊന്നറിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുണ്ട്. എൻ്റെ പേര് അരുൺ വടക്കേ വീട്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, മാഷ നേരത്തെ സൂചിപ്പിച്ച ആ വലിയ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ ആൾ എന്ന് പറയുന്നത് മാഷിനോട് ആദ്യം ചോദ്യം ചോദിച്ച മണിക്കുട്ടൻ ചേട്ടനാണ്. മണിക്കുട്ടൻ ചേട്ടന് വലിയൊരു കയ്യടി കൂടി അർഹിക്കുന്നുവെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പേരുമാറ്റം കൊണ്ട് സമൂഹത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്, അതല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണെന്ന് മാഷ് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനകത്ത് പേര് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം അതിൽ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ടേമിൻ്റെ പ്രശ്നമല്ല. കോളനിക്കാരോടുള്ള മനോഭാവം കോളനി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതല്ല. മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരും നമ്മളും തമ്മിലുള്ള, കോളനിക്ക് വെളിയിലുള്ളവരും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ആ വിവേചനവും അവരോടുള്ള പുച്ഛവും അവർ കുറ്റവാളികളാണെന്നുള്ള മനോഭാവവുമൊക്കെ രൂപപ്പെടുന്ന. അവിടെ ജീവിക്കുന്ന മനുഷ്യരും നമ്മളും തമ്മിലുള്ള ബന്ധം ഒട്ടും ഓപ്പൺ അല്ലാത്തത് കൊണ്ടും ഒട്ടും കമ്മ്യൂണിക്കേറ്റീവ് അല്ലാത്തത് കൊണ്ടും ഒരു പാരസ്പര്യം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഉണ്ടായിട്ടുള്ള ബന്ധമാണത്. അപ്പോൾ അതുകൊണ്ട് കോളനി എന്നുള്ള പേരങ്ങ് മാറ്റിയേക്കാം, വേറൊരു പേരിടാം. പേരിട്ടാൽ ഈ മനോഭാവത്തിന് മാറ്റം വരുന്നില്ല. ഈ മനോഭാവത്തിന് മാറ്റം പറഞ്ഞാൽ സമൂഹത്തിലൊരു അഴിച്ചുപണി നടക്കേണ്ടതുണ്ട്. കോളനി ഇപ്പോൾ ഒരു കോളനിയുള്ള ഒരു സ്ഥലത്ത് അടുത്തെവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ പെട്ടെന്ന് പോലീസ് വണ്ടിയെടുത്ത് നേരെ കോളനിയിലേക്ക് പോവാം. അതെന്തിനാണെന്നറിയത്തില്ല. പോലീസിന് അങ്ങനെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ വല്ലതും ഉണ്ടോ? പോലീസുകാരനറിയാം പ്രതി അവിടെ ആയിരിക്കും അവൻ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം അറിയേണ്ടത്, കഴിഞ്ഞൊരു 20 കൊല്ലത്തിനിടയ്ക്ക് പിടിക്കപ്പെട്ട ഒറ്റ പ്രതി പോലും ആദിവാസിയോ ദളിതരോ എല്ലാം ഉന്നത കുലജാതരെന്ന് സ്വയം നടിക്കുന്ന നമ്പ്യാന്മാരും നായന്മാരും ഒക്കെ. അത് സ്വർണ്ണ കേസായാലും കൊള്ളാം, മുഖ്യമന്ത്രിയുടെ കേസായാലും കൊള്ളാം, മറ്റേ സോളാർ പാനൽ വിറ്റതായാലും കൊള്ളാം, എല്ലാം അവരാ. പക്ഷേ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ കോളനിക്കാർക്കാണ് കുറ്റം. ഇത് നമ്മുടെ ഒരു മുൻവിധി മാത്രമാണ്. ആ മുൻവിധിയിലൊരു മാറ്റവും ഉന്നതി എന്നുള്ള പേര് ഉണ്ടാക്കുന്നില്ല. അധോഗതി, ജീവിതത്തിൽ അധോഗതിയുള്ള മനുഷ്യരോട് നിങ്ങൾ ഉന്നതരാന്ന് വെറുതെ പറഞ്ഞു നടന്നു എന്തിനാണ് പറയുന്നത്? അല്ലാതെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാര്യങ്ങൾ മൂടി വെക്കാനുള്ള ഒരു പരിശ്രമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ഗുണവും ചെയ്യുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ ഉന്നതി എന്ന പ്രഖ്യാപനത്തിലുള്ള അഭിപ്രായം. എല്ലാവർക്കും ജയിപ്പിക്കും.